Hi friends, welcome to another video. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ സമവാക്യം രൂപീകരിക്കുക എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒരു സംഖ്യയുടെയും അതിൻ്റെ വർഗത്തിൻ്റെയും തുക ആ സംഖ്യയുടെ 10 മടങ്ങാണ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഈക്വേഷൻ നമ്മൾ ഫോം ചെയ്തിരുന്നു. ഒരു സംഖ്യയുടെയും അതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെയും തുക എന്ന് പറയുന്നത് 6 ആണ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈക്വേഷൻ ഫോം ചെയ്തിരുന്നു. അതേപോലെ തന്നെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 210 ആണ്. അത് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പരപ്പളവ് 150 ചതുരശ്ര സെന്റിമീറ്റർ ആയിട്ടുള്ള ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം മറ്റേ വശത്തിന്റെ നീളത്തേക്കാൾ 5 കൂടുതലാണ്. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഒരു ചതുരം, ഓക്കെ, അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 150 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 150 ആണ് ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു 150. ഓക്കെ, ഏരിയ കാണാനുള്ള ഈക്വേഷൻ എന്താണ്? L into B അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ദാറ്റ് ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം കിട്ടുക പരപ്പളവ് 150 ചതുരശ്ര സെന്റിമീറ്റർ ആയിട്ടുള്ള ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് ചതുരശ്ര സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ സ്ക്വയർ. നീളം മറ്റേ വശത്തിന്റെ നീളത്തേക്കാൾ 5 കൂടുതലാണ്. അതായത് ഒരു വശത്തിന്റെ നീളം നമ്മൾ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം അതായത് ലെങ്ത് എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് അതിനേക്കാൾ +5 കൂടുതലാണ്, x + 5 ആണ്. ഒരു സൈഡ് x ആയിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് x + 5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ ഈക്വേഷനാണ് നമ്മൾ ഫോം ചെയ്യാനായിട്ട് പോകുന്നത്. ഏരിയ is equal to length into breadth നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അത് എത്രയാണ് തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുണ്ട് 150 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് ഒരു വശം എന്ന് പറയുന്നത് x ആണെങ്കിൽ, ഓക്കെ, ഒരു വശം എന്ന് പറയുന്നത് x ആണെങ്കിൽ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് അതിനേക്കാൾ എന്ത് കൂടുതലാണ്? 5 കൂടുതലാണ്, x + 5 ആണ്. ഒരെണ്ണം എക്സും മറ്റേതെന്താണ് x + 5 ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അതെത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 150 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഫോർമുല അല്ലെങ്കിൽ ഈക്വേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയാം. x into x എന്ന് പറഞ്ഞാൽ എന്താണ്? x into x എന്ന് പറഞ്ഞാൽ x² ആണ്. പിന്നെ ആ പ്ലസ് അതേപോലെ തന്നെ ആഡ് ചെയ്തു. x into 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5x is equal to 150 എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എഴുതാം x² + 5x. ഈ 150 പ്ലസ് അല്ലേ, അതിനെ ഈക്വലിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? -150 എന്നുള്ളതായിരിക്കും is equal to 0. സോ ഇതാണ് നമ്മുടെ ഈക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഈക്വേഷൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് ആദ്യം ചോദ്യം ഒന്നുകൂടി പറയാം. പരപ്പളവ് 150 ചതുരശ്ര സെന്റിമീറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 150 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു റെക്ടാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് മറ്റേ വശത്തിന്റെ നീളത്തേക്കാൾ 5 കൂടുതലാണ്. ഓക്കെ, 5 സെന്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു ഈക്വേഷൻ ഫോം ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് 150 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് അറിഞ്ഞുകൂടാ, അതിന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞു. ബ്രെഡ്ത്ത് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമുക്കൊരു ഐഡിയ അറിയാം. എന്താണ് ബ്രെഡ്ത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിനേക്കാൾ 5 കൂടുതലാണല്ലേ. അപ്പോൾ x + 5 is equal to 150 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നമ്മൾ അതിനെ x into x² ആ പ്ലസിന്റെ ചിഹ്നം ഇട്ടു. x into 5x is equal to ഇവിടെ കിടക്കുന്നത് 150 ആണ്. 150 സെന്റിമീറ്റർ സ്ക്വയർ എന്നല്ല കിടക്കുന്നത്, ഇവിടെ പ്ലസ് ആണല്ലോ കിടക്കുന്നത്. അത് ഈക്വലിനെ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താവും? -150 ആവും. ദാറ്റ് ഈസ് 0. ഇതാണ് നമ്മുടെ ഈക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടി ചെയ്യാം. ചോദ്യം ഇതാണ്. ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ നമുക്ക് എന്തെടുക്കാം? x എന്നെടുത്തു. അതിന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ നമ്മൾ എങ്ങനെ എഴുതാം? 1/x. അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1/x. ഓക്കെ, അതിന്റെ തുക എന്ന് പറയുന്നത് 5/2 ആണ്. ഓക്കെ, x + 1/x is equal to എന്താണെന്ന് പറഞ്ഞു? It is 5/2. നമുക്ക് ഈക്വേഷൻ ആണ് ഫോം ചെയ്യേണ്ടത്. ഈക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക? ഈക്വേഷൻ എങ്ങനെ ഇവിടെ ഫോം ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷന്റെ ഫോമിലാണ് കിടക്കുന്നത്, ഒരു മിശ്ര ഭിന്നത്തിന്റെ ഫോമിലാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 3 1/4
ഈ ഒരു രീതിയിലല്ല എടുക്കുന്നത്. എക്സ് 1/x എന്ന് പറയുന്ന രീതിയിലെടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. യെസ്, ഓക്കെ അല്ലേ. 3 1/4. ഓക്കെ, 3 1/4 എന്നുള്ള ഒരു രീതിയിലാണ് ഇത് എടുക്കുന്നത്. എക്സ് 1/x 3 1/4. ഓക്കെ, എക്സ് പ്ലസ് 1/x 3 പ്ലസ് 1/4. അപ്പോൾ ഈ രീതിയിൽ തന്നിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കിടക്കുന്ന ഡിനോമിനേറ്ററും ഇതും കൂടി എന്ത് ചെയ്യണം? ഇൻഡ്യൂ ചെയ്യാം. അപ്പോൾ 3 4 12 അല്ലേ? 3 4 12 3 × 4 12 3 × 4 12. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ആഡ് ചെയ്യാം. ആദ്യം ഇവിടെ ചെയ്തു, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇൻഡ്യൂ ചെയ്തു. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. ഓക്കെ, 3 4 12 കിട്ടി. 12ന്റെ കൂടെ എന്ത് ചെയ്യണം? പ്ലസ് 1 ആഡ് ചെയ്തു. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം അത് തന്നെ എഴുതാം, ദാറ്റ് ഈസ് 4. നമുക്ക് എഴുതാം 13/4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അഗൈൻ നമുക്ക് ഇത്തരത്തിൽ ഒരു ചോദ്യം കൂടി ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. ഇപ്പോൾ ഞാൻ പറയണേ 2 3/4. ഓക്കെ, അല്ലെങ്കിൽ 2 + 3/4 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 2 × 4 ദാറ്റ് ഈസ് 8. പിന്നെ എന്ത് ചെയ്യണം? ഇവിടേക്ക് ഇൻഡ്യൂ ചെയ്തു. 4 × 2 8. പിന്നെ എന്ത് ചെയ്യണം? അതിനെ ഇതുകൊണ്ട് പ്ലസ് ചെയ്യണം. 8 + 3 ഡിവൈഡഡ് ബൈ ഇത് തന്നെയാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഈക്വൽ ടു 8 + 3 8 × 9 10 11 11/4. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനെ എന്തുകൊണ്ട് നമ്മൾ, അതായത് 11/4 എങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? 2 + 3/4 എന്ന് എഴുതാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പറയാം. ഓക്കെ, 11/4. ഓക്കെ അല്ലേ? ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 11ൽ 4 2 പ്രാവശ്യം പോവും. 8 ആണ് പോയിട്ടുള്ളത്. ബാക്കി എന്തുണ്ട്? ബാക്കി 8 കഴിഞ്ഞാൽ 9 10 11 3 ആണ് ബാക്കിയുള്ളത്. മനസ്സിലായോ? സെയിം ഉത്തരാണ്. നമ്മൾ എന്ത് ചെയ്യണം നോക്കിയേ? ആദ്യം 2 എന്ന് പറയുന്ന ആ സംഖ്യ എഴുതി. അതാണ് ഇവിടെ കിടക്കുന്ന 2 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ അല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു? 3 എന്ന് പറയുന്ന സംഖ്യ എഴുതി. അതാണ് അതിന് വേറെ കളർ ഉപയോഗിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു? 3 എന്ന് പറയുന്ന സംഖ്യ എടുത്ത് അതാണ് നമ്മുടെ ഇവിടെ കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 4 എന്ന് പറയുന്ന അടുത്തൊരു സംഖ്യ കൂടി എടുക്കും. 4 അതാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് 4 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ് പ്ലസ് 1/x എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എഴുതാം. എക്സ് പ്ലസ് 1/x is equal to 5/2. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. നോക്കിയാൽ നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ എക്സ് ഇൻറ്റു എക്സ് അല്ലേ ചെയ്തത്? നമ്മൾ നേരത്തെ ചെയ്തത് അതേ പാറ്റേണിൽ ഒന്നുകൂടി പറയാം. നോക്കിയേ, ഇപ്പം ഞാൻ പറയണം 5 + 3/4 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതും ഇതും തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതും ഇതും തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് x². അതിനുശേഷം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? പ്ലസ് ഈ 3 ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ +1 ആഡ് ചെയ്തു. അതിനുശേഷം ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള എക്സ് അതേപോലെ തന്നെ എഴുതി. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു? ഇസ് ഈക്വൽ ടു 5/2. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കിടക്കുന്ന 2 ഇല്ലേ, ഇവിടെ ഡിവൈഡ് ആയിട്ട് കിടക്കുന്ന 2 ഇല്ലേ, അതെന്താവും? അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഈക്വലിന്റെ അപ്പുറത്ത് കിടക്കുന്ന പ്ലസിനെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് എന്താവും? മൈനസ് ആയി മാറും. ഇനി ഇവിടെ കിടക്കുന്ന ഡിവിഷൻ ആണെങ്കിൽ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഇവിടെ ഡിവിഷനെ എടുക്കുന്നത് അത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. 2 × ബാക്കിയുള്ള അതേപോലെ തന്നെ എഴുതാം. x² + 1 ഡിവൈഡഡ് ബൈ x എന്ന് എഴുതി. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഈ സാധനത്തിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. 2നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് കൊണ്ടുവന്നു. ബാക്കി എന്താ ഉള്ളത്? അവിടെ 5 മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഗൈൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 2 × x² എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 2x² ആണ്. 2 × x², ദാറ്റ് ഈസ് 2x². 2 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 2 × 1, ദാറ്റ് ഈസ് 2. ഓക്കെ, ഡിവൈഡഡ് ബൈ x ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതി. ബാക്കി നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ബാക്കി ഇവിടെ ചെയ്യുന്നത് നോക്കിയേ. ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് 2x² + 2 all divided by x
is equal to 5 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അവിടേക്കൊക്കെ സാധനങ്ങൾ മാറ്റാം. ഈ സാധനത്തിന് ഇവിടെ ഡിവിഷൻ എടുക്കുന്നത് അത് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്താ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ നമുക്ക് ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകട്ടെ. അപ്പോൾ ബാക്കിയുള്ളത് എഴുതാം 2x² പ്ലസ് 2 അതാണ് ഇവിടെ എടുക്കുന്നത്. ഈ എക്സിനെ എന്ത് ചെയ്തു അവിടേക്ക് കൊണ്ടുപോയി. ഇസ് ഈക്വൽ ടു 5 അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഡിവിഷൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ദാറ്റ് ഈസ് 5x9. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കാനല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എഴുതാം 2x², അതേപോലെ തന്നെ എഴുതി 2x². നമുക്ക് ഈ 5x-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇവിടെ എടുക്കുന്നത് 5x പ്ലസ് 5x അല്ലേ, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും മൈനസ് 5x. ഓക്കെ, ഇനി ബാക്കി എന്തുകൂടി ഉണ്ട്, പ്ലസ് 2 is equal to 0. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 2x² minus 5x plus 2 is equal to 0. എങ്ങനെയാണ് വന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, സ്റ്റാർട്ടിംഗ് മുതൽ ഒന്നുകൂടി പറയാം. നമ്മുടെ ആൻസറും ചെക്ക് ചെയ്തോളൂ. 2x² minus 5x plus 2 is equal to 0. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക എന്ന് പറയുന്നത് 5/2 ആണ്. അതായത് ഒരു എക്സ് അതിന്റെ റെസിപ്രോക്കൽ 1/x is equal to 5/2. ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഇത് ഇൻറ്റു ഇത്, ആ കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ. ഓക്കെ, നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ എഴുതി x² plus 1 all divided by x is equal to 5/2. അതെങ്ങനെ കിട്ടിയിട്ടുള്ളത്, ആദ്യം നമ്മൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്തു. x into x, that is x² plus 1 all divided by x is equal to 5/2. ഇനി നമ്മൾ എന്ത് ചെയ്തു, ആ 2-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ഡിവിഷനാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന സമയത്ത് ഇൻറ്റു ആവും. അതായത് 2 into x² plus 1 all divided by x. അപ്പോൾ 2 into x² എന്ന് പറഞ്ഞാൽ 2x² plus 2 into 1 എന്ന് പറഞ്ഞാൽ 2 divided by x is equal to 5 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എക്സിനെ എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇവിടെ ഡിവിഷനാണ് കിടക്കുന്നത്, അത് അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, ഇത് എക്സ് ആണ് കേട്ടോ, എക്സ് തന്നെയാണ് പക്ഷേ ഇൻഡോന്ന് വരികയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു 2x² plus 2 അതേപോലെ തന്നെ എഴുതി 5x എടുക്കുന്നത്. ഇവിടെ പ്ലസ് ആയി എടുക്കുന്നത്, അത് കൊണ്ടുവരുന്ന സമയത്ത് -5x ആവും. ദാറ്റ് ഈസ് 2x² minus 5x plus 2 is equal to 0.